നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ തുടങ്ങട്ടെ അപ്പോ. അല്ല സാർ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട്. ഓക്കെ ഓക്കെ റൈറ്റ്. ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നിപ്പോ KGM കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സർവീസ് സഹായി എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ്, സർവീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സിനെ പറ്റിയിട്ടുള്ള എല്ലാവർക്കും ഒരു അവബോധം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ അതിനുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനുമാണ്. അപ്പോൾ അതില് വളരെ എന്താ പറയാ കാര്യപ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്, റീസെന്റ് ആയിട്ട് എമർജ് ചെയ്ത് വന്നിട്ടുള്ള കാര്യമാണ് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്നുള്ള, ബ്രെയിൻ സ്റ്റെം ഡെത്ത്. അതുപോലെ തന്നെ അതിൽ ഡോക്ടേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റീസ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർഗൻ ഡൊണേഷൻ വളരെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അനാവശ്യമായിട്ട് പേഷ്യന്റ് ഡെത്ത് ആവുന്നു, അതിന്റെ ഓർഗൻസ് മുഴുവൻ വേസ്റ്റ് ആയി പോകുന്നു. പക്ഷെ അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി ജീവൻ രക്ഷിക്കാൻ സാധിക്കും, ഒത്തിരി പേർക്ക് ജീവിതം, ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ജീവിതം കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇന്നും ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയുള്ള ഒരു കാര്യമായിട്ടാണ് പലരും അതില് പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ഡോക്ടേഴ്സ് തന്നെ സർട്ടിഫൈ ചെയ്യാൻ പോണവര് തന്നെ എന്താ ഭയങ്കര ഡിഫിക്കൽറ്റി അല്ലെങ്കിൽ അതിലെന്തൊരു പ്രോബ്ലം ആണ് എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും പോയിട്ട് വന്നിട്ട് പറയാൻ അവരുടെ എക്സ്പീരിയൻസ്. കാരണം അതിന് കുറെ ലീഗൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ള പേപ്പറിലൂടെ എല്ലാവർക്കും അറിയാം ഈ ഓർഗൻ ഡൊണേഷനെ പറ്റിയിട്ടുള്ള. ഞാൻ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓർഗൻ ഡൊണേഷനെ പറ്റിയിട്ട് അതിലൊരു മാഫിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരായിട്ടുള്ള കുറെ വേറെ ലോബീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ആവശ്യകത എന്താണെന്നുള്ളത് അത് ആ ഒരു സ്റ്റേജിൽ എത്തുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള നീഡ് എന്താണെന്നുള്ളത്. വളരെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അത് വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ട്രാൻസ്പാരന്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് നമ്മുടെ സമൂഹത്തിന് തന്നെ ചെയ്യുന്ന ഒരു നന്മയായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഉപകാരം അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് തീരാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് തന്നെയാണ് ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ്, ഓർഗൻ ഡൊണേഷൻ, ഇതിനെ പറ്റിയൊക്കെ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അതിനെ പറ്റി ഒരു ഇൻട്രഡക്ഷൻ എല്ലാം ഒറ്റ ഒരു 1 hour ഒന്നും ആവാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഒരു ഇൻട്രഡക്ഷൻ തരാനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തത് ഡോക്ടർ ശ്രീകാന്തിനെയാണ്. അപ്പോൾ ഡോക്ടർ ശ്രീകാന്ത് പറഞ്ഞു ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട് നമ്മളിപ്പോ കേരളത്തിൽ ഒറ്റ ഡോക്ടറേ ഉള്ളൂ, ലാസ്റ്റ് വേർഡ് എന്നുള്ളത് നോബൽ സാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീകാന്തിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു, ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ ജൂനിയർ ആയിരിക്കുന്നില്ല, ക്ലാസ്മേറ്റ് ആണെന്ന് തോന്നുന്നു. സാറ് സീനിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അറിഞ്ഞു. അപ്പോ അങ്ങനെ സാറിനായിട്ട് ബന്ധപ്പെടുകയും സാർ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് മതി, എന്നെ നേരിട്ട് അറിയില്ല സാറിന്റെ, പക്ഷെ മെസ്സേജോട് സാറ് യെസ് എന്നുള്ളതാണ് സാറിന്റെ വേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെയാണ് സാറിന്റെ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഓണത്തിന് ഇടയ്ക്കും എത്രയും പെട്ടെന്ന് നടത്താനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടൈം തന്നെ ചൂസ് ചെയ്ത്. ഇനി മാറ്റണ്ട, നമ്മൾ നീട്ടിവെക്കുന്നതോറും നീണ്ടു പോകുന്നുള്ള ഒരു കാര്യം. തൽക്കാലം ചെറിയൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഞങ്ങളുടെ സർവീസ് സെല്ലിന്റെ മെമ്പറായ ഡോക്ടർ അഭിലാഷിനെ സ്വാഗതം പറയാനായിട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ അഭിലാഷ്. സാർ കേൾക്കാലോ അല്ലേ? കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഈ ഉത്രാടം ദിനത്തില് നമ്മുടെ KGMY സ്റ്റേറ്റ് സർവീസ് സെല്ലിന്റെ സർവീസ് സഹായി സീറോ സർവീസ് ഇഷ്യൂസ് എന്ന് പറയുന്ന ഉദ്യമത്തിന്റെ 10ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ കഴിഞ്ഞു പോയിട്ടുള്ള 9 എപ്പിസോഡുകളും വളരെ പ്രസക്തമായിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ടോപ്പിക്കും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സന്തോഷ് സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാം മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഈ വിഷയം തന്നെ ഇത്തവണ തിരഞ്ഞെടുത്തത് വളരെ ഉചിതമായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലെ എപ്പിസോഡ് 10, 10ാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഒരു പ്രയോജനകരമായിട്ട് തീരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എനിക്ക് നൽകിയിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ട് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ എല്ലാ സ്റ്റേറ്റ് ഭാരവാഹികളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി ഡോക്ടർ നോബിൾ സാറിനെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നോബിൾ സാറ് നമ്മുടെ
KSOTTOയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ MCH ട്രിവാൻഡ്രത്തെ പ്രൊഫസർ ഓഫ് നെഫ്രോളജിയാണ്. സന്തോഷ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടും ഗ്രാഹ്യമുള്ളതുമായിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോബിൾ സാറിനെ എൻ്റെ പേരിലും KGMOയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ വിവിധ ഡിസ്ട്രിക്റ്റിൽ നിന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ഡിസ്ട്രിക്ട് ഭാരവാഹികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ KGMO സ്റ്റേറ്റ് സർവീസ് സെല്ലിൻ്റെ എൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള സന്തോഷ് സാറിനെയും അതുപോലെ തന്നെ ഷാരോൺ സാറിനെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. പിന്നെ എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹ KGMOA മെമ്പർമാരെയും ഞാൻ എൻ്റെ പേരിലും നമ്മുടെ അസോസിയേഷന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, അല്ല, ഒരു 2 minutes. നമ്മുടെ KGMOയുടെ സംസ്ഥാന പ്രസിഡന്റായ ഡോക്ടർ TN സുരേഷ് ജോയിൻ ചെയ്തിട്ടുണ്ട്. TN സുരേഷ് സാറിനെ ഈ മീറ്റിംഗിന് അഭിസംബോധന ചെയ്തിട്ടൊന്ന് ക്ഷണിച്ചോളുന്നു. സാർ യാത്രയിലാണ്, സാർ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് സാർ. ഗുഡ് ഈവനിങ്. ശരി സാർ. പ്രിയപ്പെട്ട KGMO സർവീസ് സെൽ ഭാരവാഹികളായ സന്തോഷ് സാർ, ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ ഷാരോൺ, ഇന്നത്തെ ഫാക്കൽറ്റിയും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹപാഠിയുമായ ഡോക്ടർ നോബിൾ, പ്രിയപ്പെട്ട KGMO അംഗങ്ങളെ, ഈ ഓർഗൻ ഡൊണേഷൻ എന്ന ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയം ഏറ്റെടുത്ത് ഇന്നൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന സർവീസ് സെല്ലിന് ആദ്യമേ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സർവീസ് സഹായി എന്ന പേരിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി തുടങ്ങിയ ഈ പ്രോഗ്രാം അതിന്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അംഗങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടാണ് സർവീസ് സഹായി വിവിധ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഈ പ്രോഗ്രാമിന്റെ ലൈവ് പ്രോഗ്രാമിൽ പലപ്പോഴും അംഗങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കുറവാണെങ്കിലും അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഒരുപാട് അംഗങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ പ്രയോജനം അംഗങ്ങൾക്ക് നേരിട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. നിശ്ചയമായിട്ടും ഈ പരിപാടിയും അതുപോലെ തന്നെയാണ്. കാലിക പ്രസക്തമുള്ളൊരു വിഷയം എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ, മിഥ്യാധാരണകളുള്ള ഒരു കാര്യം, ഒരുപാട് ആശങ്കകളുള്ള ഒരു മേഖല, നമ്മുടെ അംഗങ്ങൾക്ക് തന്നെ സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖല. അതിനെ പറ്റിയിട്ട് അതിന്റെ അവസാന വാക്കെന്ന് പറയുന്ന ഡോക്ടർ നോബിളിനെ തന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി അവതരിപ്പിക്കാൻ കിട്ടിയത് ഏറെ ഭാഗ്യമായി തന്നെ ഞാൻ കാണുകയാണ്. ഡോക്ടർ നോബിളിനെ പറ്റിയിട്ട് ഒരു വാക്കുകൂടി പറയാതെ എൻ്റെ സംസാരം പൂർത്തിയാവില്ല എന്നുള്ളത് എനിക്കറിയാം. സ്കൂൾ മുതൽ എന്നെ ഒപ്പം പഠിച്ചിട്ടുള്ള എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് ഡോക്ടർ നോബിൾ. MBBS ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ നമ്മുടെ സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുന്ന നോബിളിന്റെ ആത്മാർത്ഥത നമ്മൾ എല്ലാവരും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഡോക്ടർ നോബിള് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇന്നത്തെ പരിപാടി കൈകാര്യം ചെയ്യുമെന്ന് അറിയാം. ഇതിന്റെ നോട്ടീസ് വന്ന സമയത്ത് തന്നെ ഞാൻ ഡോക്ടർ നോബിളുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും നോബിളിനെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഫാക്കൽറ്റി ആയിട്ട് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്. ഇന്നത്തെ ഈ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ നടക്കട്ടെ. അത് അംഗങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും KGMOയുടെ അതിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസും ഉപയോഗിക്കും എന്നൊരു ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഡോക്ടർ നോബിളിന് എല്ലാവിധ നന്ദിയും ഒരിക്കൽ കൂടി KGMOയുടെ പേരിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് KGMO. താങ്ക് യു സുരേഷ് സാർ. അപ്പൊ നമ്മളെ ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആരംഭിക്കുകയാണ്. നോബിൾ സാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് സാറ് നെഫ്രോളജി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തെ നെഫ്രോളജി പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് കേരള സ്റ്റേറ്റ് ഓർഗാൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോ നമുക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റി എന്ന് തന്നെ പറയാം. സാറിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നോബിൾ സാർ. താങ്ക് യു. KGMO സർവീസ് സെൽ, നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ ഞങ്ങള് എനിക്ക് തോന്നുന്നു 10 വയസ്സ് തൊട്ടുള്ള അടുപ്പമാണ്. ഏകദേശം 40 വർഷത്തെ സഹവർത്തിത്വമാണ് സുരേഷുമായിട്ട്. പിന്നെ നിങ്ങൾ ഈ
എനിക്ക് ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഈ ഉത്രാട നാളിൽ തന്നെ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ച് സംസാരിക്കണമോ എന്നുള്ള. പക്ഷേ നമ്മൾ അതിന്റെ കാലിക പ്രസക്തി നോക്കിയാൽ ഈ എൻ സ്റ്റേജ് ഓർഗൻ ഫെയിലിയേഴ്സ് ആയ ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് വലയത്തിലുണ്ടെങ്കിലോ നമുക്ക് ഇതിന്റെ പ്രാധാന്യം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതിൽ നിന്ന് വെളിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇതിന് എന്തോ സംശയവും മാഫിയ എന്നൊക്കെ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ നിങ്ങളുടെ ഈ സ്ലൈഡ് ഇപ്പൊ കാണുന്ന പ്രസന്റേഷനിൽ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് slido.com എന്നൊരു സൈറ്റിൽ പോകും. അത് വഴി നമുക്ക് നമ്മുടെ എന്റെ ഇടയ്ക്കൊരു പോൾ ഉണ്ടാവും, ആ പോൾ വോട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് QR കോഡ് സ്കാൻ ചെയ്യാവോ? എല്ലാവരും ഒന്ന് സ്കാൻ ചെയ്ത നമുക്ക് ഈ ഫോണിന് എടുക്കാവോ? സ്കാൻ ചെയ്തെങ്കിൽ നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനിലോട്ട് പോവാം. Is it this brainstem death determination using neurological criteria ഒരു മെഡിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റി മാത്രമാണോ, അതോ നമ്മുടെ ഒരു സാമൂഹ്യ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെയാണോ? അത് നമ്മളെല്ലാ ഡോക്ടർമാരും നല്ല മനസ്സിരുത്തി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം മനസ്സിലോടി വരുന്നത് ജോസഫ് സിനിമ, ബ്രെയിൻ സ്റ്റെം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ കുറെ ആൾക്കാര് ഓർഗന് വേണ്ടി ആശുപത്രികളിൽ എന്തെങ്കിലുമൊക്കെ തെരീട കാണിച്ച് ഓർഗൻ എടുക്കുന്നു. അവിടെ നമ്മൾ പോലും ആ ഒരു നെഗറ്റീവ് ക്യാമ്പയിനെതിരെ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഡോക്ടർ സംഘടനകളോ വെളിയിൽ വന്ന് ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അവിടെ പിന്നെയും നമ്മൾ സംശയത്തിനെല്ലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ ഇടയിലുള്ള ഇഗ്നറൻസ് ആണെന്നാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള ഡോക്ടേഴ്സിനായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായത്. അപ്പോൾ എല്ലാ ഡോക്ടർമാരും ഏത് ആശുപത്രിയിലെ ഡോക്ടറും അറിഞ്ഞിരിക്കേണ്ടത് ഇതൊരു സർവീസ് റെസ്പോൺസിബിലിറ്റിയെക്കാളും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് നമ്മൾ വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കണം. ഞാൻ നമ്മുടെ അടുത്ത വരും സ്ലൈഡുകളിൽ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവും വൈ ഇറ്റ് ഹസ് ബിക്കം സോ ഇമ്പോർട്ടൻറ്റ്. ഇത് വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ഡു യു തിങ്ക് ഇറ്റ് ഇസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? എസ് എന്ന് വോട്ട് ചെയ്താൽ നമുക്ക് നമ്പർ കൂടിക്കൊണ്ടിരിക്കും. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ആരെങ്കിലും സ്ലൈഡ് ഇല്ലെങ്കിൽ ഓക്കെ. അടുത്ത ചോദ്യം ഇതിനകത്ത് വൈ ഡു യു തിങ്ക് ദിസ് ആസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? ഈ 4 ചോദ്യങ്ങളും എല്ലാ ഡോക്ടർമാരും ഒരു ICUയിൽ ഒരു പൊട്ടൻഷ്യൽ ബ്രെയിൻ സ്റ്റെം ഡോണറിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ മനസ്സിൽ വരേണ്ട 4 ചോദ്യങ്ങളാണ്. നമ്മള് ആ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഡിറ്റക്ട് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യാതിരിക്കുമ്പോൾ വാട്ട് യു ആർ ഡിനൈങ് എ ഫാമിലി of an option for donation of organs. ഇപ്പൊ നമ്മൾ തന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു ഡൊണേഷൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട ഒരു ഫാമിലിയെ കണ്ട് സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു തീവ്രത. അത് ഞാൻ ഐ വിൽ കം ടു അഗൈൻ. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് ദ ടെർമിനേറ്റ് ദ ഫ്യൂട്ടൈൽ കെയർ. എന്തിനു വേണ്ടിയാണ് നമ്മളൊരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ കിടത്തി അവരുടെ സാമ്പത്തികം അവരുടെ മാനസിക സമ്മർദ്ദം കൂട്ടി അവരുടെ ബന്ധുക്കളെ എല്ലാം നമ്മളൊരു എന്താ പറയുക ഇമോഷണൽ തടവറയെ പോലെയാണ്. ഇപ്പൊ ICUന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു 4-5 ഫാമിലി, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ കുടുംബങ്ങള്, അവരെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷിച്ചിരിക്കുന്ന ICUയിൽ അവരുടെ രോഗി മെച്ചപ്പെട്ട് വരികയാണ്. പക്ഷെ ആക്ച്വലി ആ പേഷ്യന്റ് ബ്രെയിൻ ഡെഡ് ആയിരിക്കും. പക്ഷെ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ബ്രെയിൻ ഡെഡ് ആണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഡിറ്റക്ട് ചെയ്യുന്നില്ല, സർട്ടിഫൈ ചെയ്യുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആർക്കാ നഷ്ടം? എത്രയോ കുടുംബങ്ങള് അത് അവർക്ക് നല്ലത്, അവർക്ക് റിക്കവർ ചെയ്യാൻ ആഗ്രഹമെങ്കിലും മറ്റൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ബിക്കോസ് അവരുടെ അത്ര ഇമോഷണൽ സ്ട്രെസ്സിലാണ് അവർ ജീവിക്കുന്നത്. മോർ ദാൻ ദ ഇമോഷണൽ സ്ട്രെസ്, ഈ മാൻ അവേഴ്സ് ലോസ്റ്റ്, പിന്നെ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ഇമോഷണൽ ടോർച്ചർ, ഇതെല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഒരു ബ്രെയിൻ ഡെത്ത് ഡിറ്റക്ട് ചെയ്യാത്ത. അപ്പോൾ അതൊരു ഭയങ്കര എന്റെ അഭിപ്രായത്തിൽ നമ്മൾ കാണിക്കുന്ന സമൂഹത്തോട് കാണിക്കുന്ന ക്രൂരതയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അതായത് ഒരു മെഡിക്കൽ ഡോക്ടർ ഒരു പൊട്ടൻഷ്യൽ ബ്രെയിൻ ഡെത്ത് ഡോണർ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യപ്പെടേണ്ട ഒരാളെ ബ്രെയിൻ ഡെത്ത് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്
വളരെ വലിയ കൃത്യവിലോമമാണെന്ന് തന്നെ ഞാൻ പറയും. ബിക്കോസ് ദിസ് ഇസ് റോങ്, ദിസ് ഇസ് നോട്ട് സയൻസ്. സോ നമ്മൾ വളരെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ ശാസ്ത്രീയമായാണ് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്നതും ശാസ്ത്രീയ ഇടപെടലുകളിലും കൂടെയാണ് നമ്മൾ രോഗികളെ രക്ഷപ്പെടുത്തുന്നത് പറയുന്നതിനോടൊപ്പം ആ ശാസ്ത്രത്തിനെ അംഗീകരിക്കാത്ത ഒരു വലിയ ഡോക്ടർ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ദാറ്റ് ഓൾസോ വി ഹാവ് ടു കോൾ എ സ്പെയ്ഡ്. സ്പെയ്ഡിനെ വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ പറയണം. ഇതില് നിങ്ങളുടെ ഈ കേട്ടിരിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് ചിലപ്പോൾ എന്നോട് വിയോജിപ്പുണ്ടായിരിക്കും. ബട്ട് ഐ എം റെഡി ടു ടേക്ക് അപ്പ് എനി ആർഗ്യുമെന്റ്സ് ആഫ്റ്റർ ദ സെഷൻ. ആൻഡ് അനദർ തിങ് ഈസ്, നമ്മുടെ ആശുപത്രികളിലൊന്നും ICU ബെഡൊന്നും യഥേഷ്ടമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, മെഡിക്കൽ കോളേജുകളിൽ ഒരു ദിവസം സിവിയർ കറ്റാസ്ട്രോഫിക് ഹെഡ് ഇഞ്ചറി ആയി വരുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട്. അവരൊരു വെന്റിലേറ്ററിന് കിട്ടാൻ വേണ്ടി നമ്മൾ അവിടെ പോയി നോക്കിയാൽ, എമർജൻസി യൂണിറ്റിൽ പോയി നോക്കിയാൽ ദർ ബി എ വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ വെന്റിലേറ്റർ. അപ്പോൾ അതിന് ഓരോ രാഷ്ട്രീയക്കാരും ഓരോ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരും വിളിച്ചുകൊണ്ടേയിരിക്കും, ഇന്ന ICU വെന്റിലേറ്റർ ഉണ്ടോ, ഇന്ന ICU. വൈ ദിസ് ഹാപ്പനിങ്? ഇതേ സമയം നമ്മൾ ആലോചിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ തന്നെ ഒന്നോ അതിലധികമോ കറ്റാസ്ട്രോഫിക് ബ്രെയിൻ ഇഞ്ചുറി വിത്ത് ഓൾ റിഫ്ലക്സസ് ആബ്സെന്റ് ആപ്നിക് ഇൻഡിവിജ്വൽസ് കിടപ്പുണ്ടായിരിക്കും വെന്റിലേറ്ററിൽ. അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാതെ ഒരു രക്ഷപ്പെടാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രോഗിക്ക് വെന്റിലേറ്റർ ഡിനൈ ചെയ്യുകയും കിടക്കുന്ന രോഗിയെ ഡെത്ത് ആണെന്ന് സർട്ടിഫൈ ചെയ്യാതിരിക്കുന്നതും എൻ്റെ അഭിപ്രായത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസ്. ആ മെഡിക്കൽ നെഗ്ലിജൻസിനും നമ്മൾ നമ്മുടെ സിസ്റ്റം കൂട്ടുനിൽക്കുക. സോ ആൻഡ് ഓൾസോ ദ അൺനെസസറി എക്സ്പെൻഡിച്ചർ ഓൺ ഡെഡ് പേഷ്യന്റ്. ഈ 4 കാര്യങ്ങളാണ് എന്തുകൊണ്ട് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കേഷൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ പറയാൻ കാരണം. ഇറ്റ് ഡിനൈസ് an opportunity for donating an organ. It denies opportunity to terminate the futile care, unnecessary expenditure on dead patient, and also an opportunity for another patient who could survive if we get a timely ventilator. അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും why we are not certifying brains. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായി. ഞാൻ 10 വർഷം 12 വർഷമായി ഈ പ്രോഗ്രാമിൽ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഗവൺമെന്റ് ഡോക്ടേഴ്സിൽ നിന്ന്. പ്രൈവറ്റ് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത് അവർ പറയും ഞങ്ങൾ സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾ തന്നെ പറയും അവിടെ എന്തൊക്കെ ഉടായിപ്പാണ്. സോ ദേ ഓൾസോ because of us they are not doing, not because of Ganapati or not because of public or not because of society. അവർ പറയുന്ന ഗവൺമെന്റ് ഡോക്ടേഴ്സ് പറയും ഞങ്ങൾ എന്തോ വലിയ തെറ്റ് ചെയ്യാണ്, അതുകൊണ്ട് ദേ ഓൾസോ സ്റ്റോപ്പ് സർട്ടിഫൈങ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കോളേജുകളിലും നമ്മുടെ ആശുപത്രികളിലും ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്നില്ല, നമ്മുടെ മെഡിക്കൽ കോളേജിൽ സർട്ടിഫൈ ചെയ്യുന്നില്ല. കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെറും 16 ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫിക്കേഷൻ. കഴിഞ്ഞ ഒരു വർഷം 1, അതിനകത്ത് 9 വർഷം 0. നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അവിടെ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആയ ആൾക്കാർ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ട്രോമാറ്റിക് ഡെത്ത്സ് നടക്കുന്നില്ല, കറ്റാസ്ട്രോഫിക് ബ്രെയിൻ ഇഞ്ചുറി നടക്കുന്നില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് is the largest trauma center in government system, and in that system do you think there is not even a single brain stem death happening in the entire year? Unbelievable ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആകുന്നത്? അതാണ് നമ്മൾ സ്വയം ചോദിക്കുന്നത്, എന്തുകൊണ്ട് നമ്മളിങ്ങനെ ആകുന്നു? ഞാൻ ഇപ്പോഴും അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അഗെയിൻ I strongly feel it is a social responsibility. It is not a medical legal responsibility. It is not a dutiful responsibility. നിങ്ങളുടെ ജോലിയുടെ what you call duty responsibilities 1, 2, 3 എഴുതി വയ്ക്കുന്ന റെസ്പോൺസിബിലിറ്റീസിൽ പെടുന്നതിനേക്കാളുമൊക്കെ ഉപരി ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഈ പയ്യന്റെ കഥ പറയാം. ദിസ് ഇൻ അഖിൽ ഫ്രം വർക്കല. ഇവൻ 2009 എന്നെ ആദ്യമായിട്ട് കാണിക്കുന്നത് നെഫ്രോട്ടിക് സിൻഡ്രോം വന്ന് കിഡ്നി ഫെയിലിയർ, പൂർണ്ണമായും കിഡ്നി സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു. അവനെ നമുക്ക് യാതൊരുവിധ ചികിത്സ കൊടുക്കാനും പറ്റുന്നില്ല. നമ്മൾ പെരിറ്റോണൽ ഡയാലിസിസ് ആദ്യം ചെയ്യുന്നു, പെരിറ്റോണൽ ഡയാലിസിസ് ഫെയിലർ ആകുന്നു. അവന്റെ അമ്മയുടെ നമ്മൾ ചോദിക്കുന്നു നിങ്ങൾക്ക് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? അമ്മ പറയുന്നു ശരി കൊടുക്കാം സാറേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആദ്യത്തെ അവിടെ 2010 ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. പക്ഷെ 11 അൺഫോർച്ചുനേറ്റ്ലി അമ്മയുടെ കിഡ്നി ഫെയിലായി ആൻഡ് ഹി വാസ് അഗെയിൻ ബാക്ക് ടു ഡയാലിസിസ്. അന്ന് അവന് ഞങ്ങൾക്ക് ഒരു ആക്സസ് ഈ ഡയാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്റേണൽ ജുഗുലാർ വെയിൻ വേണം, അല്ലെങ്കിൽ ടണൽ കത്തീറ്റർ വേണം, അല്ലെങ്കിൽ പെരിറ്റോണൽ വേണം, അല്ലെങ്കിൽ AV ഫിസ്റ്റലാണ്. ഈ കൊച്ചു കുട്ടികളുടെ കൈക്ക് വെയിൻ വളരെ തിന്നായതുകൊണ്ടും ചെറുതായതുകൊണ്ടും ഡയമീറ്റർ കുറവാണ്, ഫിസ്റ്റല ഉണ്ടാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു. ബട്ട് വി സംഹൗ മാനേജ് ടു ഫൈൻഡ് എ ഫിസ്റ്റല. എന്നിട്ട് അവന് ചെറുതായി ഡയാലിസിസ് ഫിസ്റ്റല ബ്ലോക്ക് ആയി, ദെൻ കത്തീറ്റർ ഇട്ടു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ വെൻ ഐ പുട്ട് ദിസ് കത്തീറ്റർ, അവൻ എൻ്റെ ചോദിക്കുക സാറേ ഈ ഡയാലിസിസ് നിന്ന് എനിക്ക്
എപ്പോഴെങ്കിലും ഒരു മോചനമാണ്. അന്ന് 2012 ഞങ്ങളുടെ ഫസ്റ്റ് ഡിസീസ് ഡൊണേഷൻ മെഡിക്കൽ കോളേജിൽ ഞങ്ങൾക്ക് അന്ന് നടക്കുന്ന സംഭവം ഞാൻ കുറച്ച് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു ഒരു രാത്രി ഒരു 11 മണിയായപ്പോൾ ഞങ്ങളുടെ PG എന്നെ വിളിക്കുക, സാറേ ഒരു പൊട്ടൻഷ്യൽ ബ്രെയിൻ ഡെഡ് ഡോണർ ന്യൂറോ സർജറി ICU-ലുണ്ട്, സാറൊന്ന് വന്ന് കാണാവോ. ഞാൻ അവിടെ പോയി. പേഷ്യന്റ് ഒരു 61 ഇയർ ഓൾഡ് ലേഡിയാണ്, ഇന്റേണൽ ക്രേനിയൽ ബ്ലീഡ്. ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. വി ഡോണ്ട് ഹാവ് എനി ഗുഡ് പ്രോട്ടോകോൾ ഫോർ സർട്ടിഫിക്കറ്റ്. നമുക്കൊന്നും അറിയില്ല. ഞങ്ങൾ പീപ്പിൾസ് നോക്കി വെന്റിലേറ്റർ ആപ്നിക്കാണ്. അപ്പൊ ഞാൻ അവിടെ ന്യൂറോസൻ സംസാരിച്ചു. NLP സാറായിരുന്നു. NLP സാർ പറഞ്ഞ് സർട്ടിഫൈ ചെയ്തെങ്കിൽ സർട്ടിഫൈ ചെയ്തോളൂ, നമുക്ക് പേഷ്യന്റെ ബന്ധുക്കളുടെ സംസാരിക്കാന്ന് പറഞ്ഞു. ഐ വെൻ ടു ഹിസ് സൺ. അമ്മയുടെ മകന്റെ അടുത്ത് പോയി. മകൻ പറഞ്ഞു, സാറേ അമ്മ മരിക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാം നല്ല ചികിത്സ ഞങ്ങൾ അറിയാം, പക്ഷെ മരിക്കുകയാണെങ്കിൽ ആ അമ്മയുടെ അവയവം മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നതിന് ഈ കാണണം സാറേ, എങ്ങനെയെങ്കിലും. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിത് ഈ ഫെസിലിറ്റീസ് ഒന്നും നമുക്ക് അത്ര ആയിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് ഒരു ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ വന്നേ ഉള്ളൂ, അത് പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ മെന്ററും കൂടിയായ പിഷാരി സാറിനെ വിളിച്ചു. രാത്രി 12 മണിക്കാണ്. സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെ പേഷ്യന്റെ ബന്ധുക്കൾ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നു, ഡൊണേഷൻ വേണം. അപ്പൊ സാറ് പറഞ്ഞു, യു ഗോ ഹെഡ്, ഐ വിൽ കോൾ രാജസ്ഥാൻ സാർ. രാജസ്ഥാൻ സാറാണ് അന്ന് ഹെൽത്ത് സെക്രട്ടറി. സാറിന്റെ കാര്യങ്ങളെല്ലാം പറയാം, സാറ് സ്പെഷ്യൽ ഓർഡർ ഇറക്കി തരും, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് 4 ഡോക്ടർമാർ വേണം സർട്ടിഫൈ. അപ്പൊ നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ അത്ര ഫെമിലിയർ ആയ ഡോക്ടേഴ്സ് ഇല്ല. അപ്പൊ ഞങ്ങള് ചിത്രയെ വിളിച്ചപ്പോൾ ഡോക്ടർ ഈശ്വർ ഉണ്ടായിരുന്നു, എൻ്റെ സ്കൂൾ മേറ്റും കോളേജ് മേറ്റും ഒക്കെ. ഡോക്ടർ ഈശ്വർ, നീ ധൈര്യമായിട്ട് പോകും, ഞാൻ അതിൽ ഓൾസോ കം. പുള്ളി വന്ന് സർട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പേഷ്യന്റ് അറസ്റ്റായി. അപ്പൊ അറസ്റ്റായി നമുക്ക് ഓർഗൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പോയി പേഷ്യന്റെ ബന്ധുവിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കാർഡിയക് അറസ്റ്റായി, ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക റെസിസ്റ്റേറ്റ് ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ സർട്ടിഫൈ ഓർഗൻ എടുക്കാൻ പറ്റില്ല. അവനെ ഉടൻ തന്നെ എൻ്റെ കാലിൽ വീണ് കരയാ, സാർ അങ്ങനെ പറയില്ല സാറെടുത്ത് ഞാൻ ഉറപ്പ് തന്നത് എൻ്റെ അമ്മയുടെ ഹൃദയം എവിടെയെങ്കിലും അല്ലെങ്കിൽ ഓർഗൻസ് എവിടെയും ജീവിക്കണം. ദെൻ ലക്കിലി റെസിസ്റ്റേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ വി ഡോണ്ട് ഈവൻ ഹാവ് എ ഗുഡ് റിട്രീവൽ ടെക്നിക്സ്. നമുക്കറിയില്ല ഓർഗൻ ഡിസീസ് ഡോണറിന് എങ്ങനെയാണ് ഓർഗൻ റിട്രീവൽ. അപ്പൊ ഞാൻ മോഹൻ ഫൗണ്ടേഷൻ ചെന്നൈയിൽ ഒരു ഓർഗനൈസേഷൻ, അവിടെ ഡോക്ടർ ഷോഫ് ഉണ്ട്. ഡോക്ടർ ഷോഫിനെ വിളിച്ച്, അവരാണ് ലീഡേഴ്സ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഇൻ ഡിസീസ് ഡോണർ. ഞാൻ വിളിച്ചപ്പോൾ സാർ പറഞ്ഞു, യു ഗോ ഹെഡ്, വീൽ ഡു. അപ്പൊ ഞങ്ങൾ കാർഡിയോതോറാസിക് സർജറി പോയിട്ട് സാറിന് ചോദിച്ചു, സാറേ തിയേറ്റർ വേണം, ഞങ്ങൾക്ക് ഓർഗൻ റിട്രീവൽ ആണ്. അപ്പൊ സാർ ആദ്യം പറഞ്ഞ കാർഡിയക് സർജറി ചെയ്യുന്ന തിയേറ്റർ നിങ്ങൾക്ക് ഓർഗൻ റിട്രീവൽ തരാൻ പറ്റത്തില്ല, നിങ്ങളെല്ലാം കൂടെ കൊള്ളാക്കും. പിന്നെ എനിക്ക് ഇടപെടേണ്ടി വന്നു. DME വിളിച്ചു, പിഷാരി സാറിനെ വിളിച്ചു, സാറ് ഹയറപ്പിനെ കൊണ്ട് HOD വിളിപ്പിച്ചു. ദെൻ വി ഗോട്ട് റിട്രീവൽ തിയേറ്റർ വന്നപ്പോൾ ഞങ്ങൾക്ക് ആക്ച്വലി ഈ അയോട്ട കട്ട് ചെയ്ത് പെർഫ്യൂഷൻ കാനുല അയോട്ടയിലിട്ടാണ് കോൾഡ് പെർഫ്യൂഷൻ. ദർ ഇസ് എ പെർട്ടിക്കുലർ പെർഫ്യൂഷൻ ഫ്ലൂയിഡ് കോൾഡ് HTK അല്ലെങ്കിൽ UW സൊല്യൂഷൻ, ഒരു ബാലൻസ് സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ വെച്ചാണ് നമുക്ക് ഓർഗൻ പെർഫ്യൂസ് ചെയ്തിട്ട് ഓർഗൻ എടുക്കേണ്ടത്. ബട്ട് വി ഡോണ്ട് ഹാവ് ദാറ്റ്. അപ്പൊ ഞാൻ പിന്നെയും ചെന്നൈയിൽ ഫോൺ വിളിക്കുക, സാറേ എന്ത് ചെയ്യണം. അപ്പൊ സാറിന് ഒന്നും പേടിക്കണ്ട, യു ഇൻഫ്യൂസ് വിത്ത് സലൈൻ, നിങ്ങൾ അടുത്ത് തന്നെ ട്രാൻസ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല, അവിടെ തന്നെ ഓർഗൻ എടുക്കില്ല. അപ്പൊ നമുക്ക് ഓർഗൻ റിസീവ് ചെയ്യാൻ അവിടുത്തെ ലിസ്റ്റ് ഒന്നുമില്ല, അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല ആ സമയത്ത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഈ കുട്ടിയുടെ പേരാ. അപ്പൊ ഞാൻ സാറിന്, സാറേ ഒരു സച്ചിൻ ഒരു പയ്യനുണ്ട്, അവന് ആക്സസ് ഒന്നുമില്ല, അവന് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ അവൻ മരിച്ചു പോകും, ട്രാൻസ്പ്ലാന്റ് കിട്ടിയ യൂസ്ഫുൾ ആവും, സാർ അയാളെ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേഷ്യന്റിനെ വിളിച്ചു. 2 പേഷ്യന്റ് ക്രോസ് മാച്ച് ചെയ്തു. ക്രോസ് മാച്ച് ചെയ്യണമെങ്കിൽ ബ്ലഡ് അമൃതയിൽ പോകണം. അന്ന് നമുക്കിവിടെ ക്രോസ് മാച്ച് ലാബ് ഇല്ല, ഇപ്പൊ നമുക്കിവിടെ ക്രോസ് മാച്ച് ലാബ് ഉണ്ട്. അപ്പൊ ഈ പേഷ്യന്റ് ഡോണറിന്റെ ബ്ലഡും റെസിപ്പിന്റെ ബ്ലഡും 2 പാക്കറ്റിലാക്കി ആംബുലൻസിൽ കയറ്റി അമൃതയിൽ വിട്ടു. ബൈ ദ ടൈം റിട്രീവൽ കംപ്ലീറ്റ് ചെയ്ത 4 hours വേണം ക്രോസ് മാച്ച് റിസൾട്ട് വരാൻ. 4 hours കഴിഞ്ഞപ്പോൾ ഇവന്റെ നെഗറ്റീവായി, ഈ സൂട്ടബിൾ എന്ന് പറഞ്ഞു. പിന്നെ ഇവന് ഒരു കത്തിയിട്ടിട്ട് ഡയാലിസ് ചെയ്ത് ഓപ്പറേഷൻ ഫിറ്റ് ആക്കി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഞങ്ങൾ അവിടെ ഒരു ബേസിനിൽ ഐസ് പൊതിഞ്ഞ് ഈ ഓർഗൻ, വി ഡോണ്ട് ഹാവ് എ പെർഫ്യൂഷൻ ഫീഡ്, വി ഡോണ്ട് ഹാവ് എൻ ഓർഗൻ ബാഗ്. എനിക്ക് അതിനുശേഷമാണ് ഓർഗൻ ബാഗ് എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയാനും, ഓർഗൻ അതിനകത്ത് വെച്ച് ഈ പെർഫ്യൂഷൻ ഫ്ലൂയിഡ് വെച്ച് പാക്ക് ചെയ്താണ് കൊണ്ടുപോകണമെന്നൊക്കെ പിന്നെയാണ് നമ്മൾ അറിയുന്നത്. Then we did that transplant and now this guy is 23 year old and അവനാണ് ആ കാറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, is working by his own. അവൻ അന്ന് ആ ഡൊണേഷൻ നടന്നില്ലെങ്കിൽ he would have died long ago. അപ്പൊ this is the ഈ ഒരു ഇവന്റ് ആണ് ആക്ച്വലി എന്നെ ട്രാൻസ്ഫോം ചെയ്തത്. ആൻഡ് പിഷാരി സാർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വാക്കാണ്, സാറ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, യു ഷുഡൻ ലീവ് ദിസ് അൺലെസ് ആൻഡിൽ ആരെങ്കിലും ഇയാളെടുത്ത് മാറ്റുന്നവരെ യു ഷുഡ് ലീവ് ദിസ് പ്രോഗ്രാം.
ഇതിനകത്ത് ഒത്തിരി അഴിമതികളൊക്കെ കയറി വരാൻ സാധ്യത. എന്താ പറയുക, ഓർഗൻ വേണമെങ്കിൽ ബാർഗൈനിങ് വരാം, ഓർഗൻ വേണ്ടവർക്ക് കൊടുക്കുന്ന രീതിയിലോട്ട് വരാം. അതൊന്നും വരാൻ പാടില്ല. യു ഹാവ് ടു ബി ദർ. എപ്പോഴും പിഷാരി സാറിന്റെ വൈഫ് എന്നെ വിളിച്ച് പറയും, ഡോണ്ട് ലീവ് ദിസ് പ്രോഗ്രാം. സാറിന്റെ ആഗ്രഹമാണ്, യു ഹാവ് ടു ബി സ്റ്റേ ബാക്ക്. ആ ഒരു ഡ്രൈവിലാണ് ആക്ച്വലി ഐ സ്റ്റിൽ സ്റ്റേ ബാക്ക് ഇൻസ്പൈറ്റ് ഓഫ് ലോട്ട് ഓഫ് കേസസ്. നിങ്ങൾക്കറിയാലോ, ഡോക്ടർ ഗണപതി എനിക്കെതിരെ കേസ് കൊടുത്ത് എനിക്ക് അറസ്റ്റ് വാറണ്ട് വരെ വന്നിട്ടുള്ളതാണ്. ഞാൻ അത് ഐ വെന്റ് ഫോർ എ ഹൈക്കോർട്ട് കേസ് ആൻഡ് സ്വന്തം പൈസ ചെലവാക്കിയാണ് ഐ ഫൈറ്റഡ് ദ കേസ്. ദിസ് ഇസ് അനദർ ഇൻസ്റ്റൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ റെസിപ്പിന്റെ സൈഡിൽ നിന്നുള്ള ഓർഗൻ ഡൊണേഷന്റെ പോസിറ്റീവ് ഇമ്പാക്ട്. ദിസ് ഇസ് ദ ഡോണർ ഫാമിലി. ഈ ഡോണർ ഫാമിലി ആ ഒരു ഡോണറിന്റെ അമ്മയാണ്, നെവിസ് സാജൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ അമ്മയാണത്. അവൻ ഡെൻമാർക്കിൽ എവിടെയോ എന്തോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സ് പഠിക്കാൻ പോയിട്ട് വെക്കേഷന് വന്നപ്പോ ഹി വാസ് ഹാഡ് എ ഇമ്മീഡിയറ്റ് കാർഡിയക് അറസ്റ്റ്, ഹോം റെസിസ്റ്റേറ്റഡ്. ആശുപത്രി കൊണ്ടുപോയപ്പോ ഈ ഹാഡ് എ സിവിയർ ഹൈപ്പോഗ്ലൈസമിയ, ഫൗണ്ട് ബ്രെയിൻ ഡെഡ്. അവര് ഡൊണേറ്റ് ചെയ്ത് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് ആ ഡൊണേറ്റ് ചെയ്ത ആളുടെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി തിരുവല്ലയിൽ വെച്ച് അവർ വളരെ ഇതായിട്ട് സെറിമോണിയിലായിട്ട് കോമമറേറ്റ് ചെയ്ത്. അത് അന്ന് ആ നെവിസിന്റെ ഹാൻഡ് കിട്ടിയ ആളാണിത്, കർണാടകക്കാരനാണ്. അവന്റെ ഹാൻഡ് അവന്റെ അമ്മ, അതായത് നെവിസിന്റെ അമ്മ തൊട്ട് നോക്കുക. ദാറ്റ് ഇസ് ആക്ച്വലി ദിസ് ഹാൻഡ് ബിലോങ്സ് ടു നെവിസ്. ബൈലാറ്ററൽ ഹാൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കൈയാണ് ഈ കൈ. ഈ അമ്മയുടെ മകന്റെയാ, ഇയാളുടെ അല്ല. അപ്പൊ അവരന്ന് ഹാൻഡ് കൊടുത്തു, ഹാർട്ട് കൊടുത്തു, 2 കിഡ്നി കൊടുത്തു, ലിവർ കൊടുത്തു. ഐ തിങ്ക് വൺ ഓഫ് ദി മാക്സിമം നമ്പർ ഓഫ് ഓർഗൻസ് യൂട്ടിലൈസ്ഡ് ആ സമയങ്ങളിൽ ഉണ്ടായ ഒരു ഡൊണേഷനാണ്. ഇത് നെവിസിന്റെ പെങ്ങളാണ്. അവര് കാണുന്നത് അവന്റെ കൈയാണ്, നെവിസിന്റെ കൈയാണ് അവൻ കാണുന്നത്. അതുകൂടാതെ ദിസ് പാരന്റ്സ് ഗോ ടു ദാറ്റ് ഹോം ഓഫ് എവറി റെസിപ്പിയൻ. അവർക്ക് മരുന്ന് എന്തെങ്കിലും ഡെഫിസിറ്റ്, ഇവര് കുറച്ച് പൈസ ഉള്ള ആൾക്കാരാണ്, ബിസിനസ് ഒക്കെ നടത്തുന്നവരാണ്. അപ്പൊ റെസിപ്പിയന് മരുന്നില്ലെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കുക, പിന്നെ ആശുപത്രി ചെക്കപ്പിന് പൈസ കൊടുക്കുക. ഇതെല്ലാം ഡോണർ ഫാമിലി ചെയ്യുന്നതാണ്. ഡോണർ ഫാമിലി കാരണം അവരുടെ മകന്റെ അവയവങ്ങൾ ഇരിക്കുന്ന ആൾക്കാർ മാക്സിമം നാളെ ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ജോയിൻ ദർ സെലിബ്രേഷൻസ്. അവരുടെ ഫാമിലി മെമ്പർ പോലെയാണ് അവർ. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ഡോണർ ഫാമിലിയുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഒരു സൊളൈസ്, അവരുടെ നഷ്ടത്തിലും കിട്ടാവുന്ന ഒരു ഒരു സൊളൈസിന് നമ്മള് ഡോക്ടേഴ്സ്, ഞാൻ പറയുന്ന ഡോക്ടർമാര് മാത്രമാണ് ഇതിന് തടസ്സം. നോട്ട് എ കമ്മ്യൂണിറ്റി, നോട്ട് എനി ഗണപതി, നോട്ട് എനി സോഷ്യൽ മീഡിയ. This is only because organization is not growing in Kerala, only because of our attitude, and it is only because of our attitude. ഞാനത് എവിടെ വേണമെങ്കിലും ഏത് സ്റ്റേജിൽ വേണമെങ്കിലും പറയാം. Because I have seen this. I have seen the good part and good part from the donor family, recipient family, and the effort of surgeons. This is a hand surgeon. നിങ്ങൾക്ക് അറിയായിരിക്കും, ഡോക്ടർ സുബ്രഹ്മണ്യം ഫ്രം അമൃത. He spent around 17 to 18 hours in theatre ഈ 2 ഹാൻഡ് കൂട്ടിച്ചേർക്കാൻ. ആൻഡ് എടുക്കാൻ വരുന്ന സമയമോ that is another 4-5 hours for retrieval. So all these people working for more than 15 to 20 hours അല്ലെങ്കിൽ 36 hours ആണ് ഒരു ഡൊണേഷൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ ഹാപ്പൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് നിന്ന് ഓർഗൻ ഡൊണേഷൻ, ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട്, പോലീസിന്റെ ഇടപെടല്. അപ്പൊ ഒരു ഡൊണേഷൻ ട്രാൻസ്പ്ലാന്റ് ഹെൽത്ത് സിസ്റ്റം തന്നെ ഒരു 2000-3000 ആൾക്കാരുടെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇൻവോൾവ്മെന്റ് വഴിയാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എടുക്കുന്നത്. അതിനകത്ത് മാഫിയയെ കൊണ്ടുവരും, നമ്മൾ ഓർഗൻ കച്ചവടം എന്ന് പറയും. there is no organ trade, there is no organ trade. This is two ഫാമിലിയുടെ ഇമോഷൻസ്, 2 അല്ല 1 ഫാമിലിയുടെ നഷ്ടപ്പെട്ട ഇമോഷൻസും ഒരു 5 ഫാമിലിയുടെ തിരിച്ചു വരവിന്റെ ഇമോഷൻസുമായിട്ടുള്ള അതിന് നമ്മൾ എല്ലാവരും കൂടെ അസിസ്റ്റ് ചെയ്യാണ്. എൻ്റെ ഗ്ലോബ്, അതായത് ആൽക്കെമിസ്റ്റിലെ പോളോക്കോള പറഞ്ഞ എൻ്റെ വേൾഡ് ഇസ് കോൺസ്പയറിംഗ് ഫോർ യു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ അതിന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം പറഞ്ഞ് ഇതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഹൗ മെഡിക്കൽ ഓഫീസർ ഗെറ്റ് ഇൻവോൾവ് ഇൻ ഓർഗൻ ഡൊണേഷൻ? ഈ 6 കാര്യങ്ങൾ വഴി നമ്മൾ ഇൻവോൾവ് ആവും. ഒന്ന്, യു ക്യാൻ ബി ഇൻ എ പാർട്ട് ഓഫ് എ ബ്രെയിൻ സ്റ്റെം ടെസ്റ്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് ഓൾസോ ആസ് എ മെഡിക്കൽ സൂപ്പർവൈസർ. അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ആസ് എ ക്രിട്ടിക്കൽ കെയർ ഡോക്ടർ ഇൻ ICU, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ക്രിട്ടിക്കൽ കെയർ ഡോക്ടറിന്റെ ICU ഏറ്റവും ഇമ്പോർട്ടൻറ്റ്
when a patient is brainstem dead, if he doesn't have a reflex, if his cornea is not having any blinking effect, and if his pupils are dilated and fixed, he is not breathing by his own. If he is not on muscle relaxant or not on sedative, he is not breathing of his own. That is, his ventilator rate is fixed. There is no variability. There is diabetes insipidus. All this directs, there is no tracheal and gag reflex. When the sister do a tracheal suction, there is no response, no gap. Then the patient is brain dead. So an IC doctors, the primary responsibility of IC doctor is to detect a brainstem death patient as early as possible, so that you can help that patient and that family to lose extra money or come out of their emotions of loss, and also help in donating. As a key decision maker, എവിടെയാണ് നിങ്ങളൊരു key decision maker ആണ്? ചിലപ്പോൾ നിങ്ങളൊരു സർക്കാർ ഡോക്ടർ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഒരു വലിയ ഡോക്ടർ ആയിരിക്കും, അവിടുത്തെ വളരെ പോപ്പുലർ ഡോക്ടർ ആയിരിക്കും. So somebody from that primary health center area ഇങ്ങനെ ബ്രെയിൻ ഡെഡ് ആണെന്ന് പറയും, അവർ വന്ന് വിളിച്ചു ചോദിക്കുക, സാറേ ഇങ്ങനെ പറയുന്നു ഡോക്ടർ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഡോക്ടർ പറഞ്ഞത്, അതായത് അതിലൊന്നും പോകണ്ട, അതൊക്കെ എന്തോ തട്ടിപ്പാണ്, നിങ്ങൾ സമ്മതിക്കുകയൊന്നും വേണ്ട. ഇത് ഞാൻ കേട്ടിട്ടുള്ള ഒരു ഡോക്ടറിന്റെ കോട്ടാണ്. നിങ്ങൾ അതിനൊന്നും സമ്മതിക്കേണ്ട, അത് ഫുൾ തട്ടിപ്പാണ്. സോ യു സേ ദാറ്റ് ഞങ്ങൾക്ക് ബ്രെയിൻസ്റ്റം ഡെഡ് ആണെങ്കിലും ഞങ്ങൾ മറ്റേ സർക്കുലേറ്റഡ് ഡെത്ത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം, ഞങ്ങൾ ഓർഗനൈസേഷനിൽ താല്പര്യമില്ല. ദിസ് ഇസ് ദ കോഡ് ഫ്രം ദ ഡോക്ടർ. So as a key decision maker, you have to involve positively, and you even what you can do if somebody is asking that, oh, sorry, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ബ്രെയിൻ ഡെഡ്, നിന്നെ ആശുപത്രി കിടക്കാണ്, ഡോക്ടർ ഒന്ന് ഇടപെടാം. You can even call the neurosurgeon, neurocare doctor or a critical care doctor, ask them what is the situation. നിങ്ങൾക്ക് ഒരു CT image അയച്ചു തരാമോ എന്ന് ചോദിക്കാം, MRI ചോദിക്കാം, and what is his current condition, what is his current prescription, what is his clinical parameter, is he consistent with brainstem death? ഇതെല്ലാം ക്ലാരിഫൈ ചെയ്തിട്ട് you can talk back to the relatives. പേഷ്യന്റ് brainstem dead ആണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല, let them certify. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാം. സർട്ടിഫൈ ചെയ്തിട്ട് ഡെത്ത് ഉറപ്പിച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാം. അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ ആണ് as a key decision maker of a primary health center, or you are a family doctor or a respected doctor among the community. Somebody is asking you a question. So this is how you should involve in that in the process. So every doctor in our state should know about the intricacies of all these things, and you should be able to describe what you should communicate to the grieving relatives. So and also importance as a postmortem. So you have a dutiful responsibilities as a government doctor in several stages, and also a trustworthy doctor for the community, so they can lean on you for seeking your help in taking a informed decision. So this is very important. അവർക്ക് വളരെ ഒരു ക്രൂഷ്യലായ അവസരത്തിൽ അവരുടെ തീരുമാനത്തിന് നമ്മളൊരു സഹായിയാകാം. പിന്നെ ബാക്കി in the process I'll come to the legal side of it. So who is another ഏറ്റവും ഇമ്പോർട്ടന്റ് അടുത്ത അറിയേണ്ടത്, ആരാണ് ബ്രെയിൻസ്റ്റം ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത്? ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് പ്രകാരം 4 ഡോക്ടർമാരാണ് ബ്രെയിൻസ്റ്റം ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത്. ആര് തീരുമാനിക്കും ആ 4 ഡോക്ടർമാരെ? ആ ആശുപത്രിയിലെ ഏത് ആശുപത്രിയിലാണ് ഡോണർ ഉണ്ടായിരിക്കുന്ന ആ ആശുപത്രിയിലെ മെഡിക്കൽ അഡ്മിൻ അല്ലെങ്കിൽ മെഡിക്കൽ ഹെഡ് ആണ് തീരുമാനിക്കേണ്ടത്. I am constituting a brainstem death committee to examine this patient for BSD confirmation, brainstem death confirmation. അപ്പൊ ആ പാനലിലെ ഒരു അംഗം അഡ്മിൻ ഹെഡ് ആണ്, രണ്ടാമത്തെ അംഗം ആ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ. ഈ രണ്ടുപേരും മാൻഡേറ്ററി റിക്വയർമെന്റ് ഇൻ ദ ബ്രെയിൻസ്റ്റം ഡെത്ത് കമ്മിറ്റി ആണ്. Another 2 are the empaneled doctors. Empaneled doctors എന്ന് പറഞ്ഞാൽ brainstem death certification ട്രെയിനിങ് കഴിഞ്ഞു, appropriate authority for the time being the director of medical education, appropriate authority for the THO Act, appropriate authority empanel ചെയ്ത 2 ഡോക്ടർമാർ അത് ഇന്റൻസിവിസ്റ്റ് ആകാം, ന്യൂറോസർജൻ ആകാം, ന്യൂറോളജിസ്റ്റ് ആകാം, അനസ്തീഷ്യോളജിസ്റ്റ് ആകാം, ഇന്റേണൽ മെഡിസിൻ എക്സ്പെർട്ട് ആകാം, സർജൻ ആകാം. So law has given a wide what you call lineage for that empaneled doctor, so that there should not be any dearth of doctors to certified brainstem death. പക്ഷെ നാട്ടു നടപ്പ് എന്തുവാ, നമ്മള് ഒരു പൊട്ടൻഷ്യൽ ബ്രെയിൻസ്റ്റം ഡെത്ത് ഉണ്ടെന്ന് ഒരു സർക്കാർ ഡോക്ടറെ വിളിക്കുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് അവർ വരുന്നത്. അവർ പറയുന്നതിൽ ഒത്തിരി ന്യായമുണ്ട്. ഫോർ എക്സാമ്പിൾ,
ഞാൻ തിരുവനന്തപുരത്തെ സജഷൻ വരാം. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉണ്ടെങ്കിൽ അന്ന് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർ ചിലപ്പോൾ ചിറയൻകീഴുള്ള ഫിസിഷ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ചിറയൻകീഴോ വർക്കരയുള്ള അനസ്തറ്റിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെടുമങ്ങാടുള്ള അനസ്തറ്റിസ്റ്റ് ആയിരിക്കും. അയാൾ ചിലപ്പോൾ ഡ്യൂട്ടിയിലായിരിക്കും. നമ്മൾ ബ്രെയിൻ സ്റ്റെം ഡെത്ത് നമ്മൾ അറിയത്തില്ല എന്നാ സംഭവിക്കാൻ പോണം. അയാള് വിളിക്കുമ്പോൾ സാറേ ഞാനിങ്ങനെ ഡ്യൂട്ടിയിലാണ്, അല്ലെങ്കിൽ തന്നെ അയാൾ വന്നു കഴിഞ്ഞാൽ 6 മണിക്കൂർ ഇടപെട്ട് 2 പ്രാവശ്യം സർട്ടിഫൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ സാറേ ഞാൻ ഡ്യൂട്ടിയിലാണ്, രാവിലെ വരുമ്പോൾ സർട്ടിഫൈ തരാന്ന് പറയാം. അപ്പൊ രാവിലെ 8 മണിക്ക് സർട്ടിഫൈ ചെയ്യാൻ അയാൾ വന്നാൽ അയാൾ ഇനി 2 മണിക്ക് വരണം. ബൈ ദ ടൈം ഹി ഹാസ് ടു ഗോ ബാക്ക് ആൻഡ് ഡു ഹിസ് റുട്ടീൻ വർക്ക്. അപ്പൊ അത് എങ്ങനെ നടക്കും? സോ ദർ ഇസ് സം പ്രോബ്ലം ഇൻ ദാറ്റ്. അത് നമുക്കത് സോൾവ് ചെയ്യേണ്ടിയുണ്ട്. നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യേണ്ടി വരും. വെദർ ദിസ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഡ്യൂട്ടി ലീവ്. പക്ഷെ ഡ്യൂട്ടി ലീവ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു വേറെ പ്രോബ്ലം, നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത സർജറി ആയിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാഷ്വാലിറ്റി ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ് നമ്മൾ ഒപ്പിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് നമ്മുടെ ഒരു ബാധ്യത പോലെ ആവും. സോ മോസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആർ വെരി റിലക്റ്റന്റ് ടു കം ആൻഡ് സർട്ടിഫൈ ബ്രെയിൻ സ്റ്റെം ഡെത്ത്. അപ്പൊ കഴിഞ്ഞ ഈ വർഷം 2024 കഴിഞ്ഞ 9 മാസങ്ങൾ നമ്മുടെ ആകെ കൂടെ ഒരു 9 ഡൊണേഷൻസ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ 5 എണ്ണം ഇവിടെയും, ബാക്കി 2 എണ്ണം കാലിക്കറ്റിലും, വേറെ 2 എണ്ണം എറണാകുളത്ത്. അപ്പോൾ ദിസ് ഇസ് ദ നമ്പർ ഓഫ് ഡൊണേഷൻസ് ഹാപ്പനിങ്. പക്ഷെ നമ്മൾ നോക്കിയാൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ട്രാൻസ്പ്ലാന്റ്സ് ഹാപ്പനിങ് ഇൻ കേരള? 1300 ട്രാൻസ്പ്ലാന്റ്സ്. ഈ 1300 ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്ത് ജനറേറ്റ് ചെയ്യുന്നത് 7 ഓർഗനാണ്. മനസ്സിലായോ? അപ്പൊ there is a need for organ transplant, but നമ്മുടെ സമൂഹത്തില് റോഡ് അപകട മരണം കൂടെ മരിക്കുന്ന ആൾക്കാരെ എണ്ണുമ്പോൾ 4000. ഈ 4000 റോഡ് അപകട മരണങ്ങളിൽ ഒരു 1000 പേര് ഇപ്പൊ ഹെഡ് ഇഞ്ചുറി തന്നെ മരിക്കുകയാണെങ്കിൽ അതിൽ 10 ആൾക്കാരെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്. ആ 10 ആൾക്കാരെയാണ് നമ്മൾ പറയുന്ന കൃത്രിമമായി മസ്തിഷ്കവനം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ആശുപത്രിയുടെ അമിത ലാഭത്തിന് വേണ്ടി മസ്തിഷ്കമരണം തെറ്റായി സർട്ടിഫൈ ചെയ്തു, ഓർഗൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മളാണ് we should come forward and say this is not the case, this is the statistics, this is what is happening in Kerala. അതുപോലെ നമ്മൾ ആരും പറയുന്നില്ല. So this is what is happening. So I hope you understood what is the brain stem death certifying team. Brain stem death certifying team in the constitution പറഞ്ഞു 4 പേര് മാൻഡേറ്ററി ആയിരിക്കണം, 2 എംപാനൽ ഡോക്ടർ ആയിരിക്കണം, മറ്റൊരു ട്രീറ്റിംഗ് ഡോക്ടറും മെഡിക്കൽ സൂപ്രണ്ടന്റുമാണ്. So this is one of your responsibility of a doctor. So why we require a board of experts? Because the THO Act says that where any human organ is to be removed from the body of a person in the event of brainstem death, no such removal shall be undertaken unless such death is certified in such form and such manner by the board of medical experts. So this is why we have a board of medical expert constituted, because the law demands that. So we have to abide by the law. And who nominates the empaneled doctor? The RMB of the hospital in charge nominates the empaneled doctors in charge of the hospital at BSD occurred. So this is why we constitute a board of medical experts. So we need more doctors getting trained so that nobody is denied of a brain stem death certification because of lack of availability of doctors. But നമുക്ക് പല പ്രാവശ്യവും, വളരെ കുറച്ച് പ്രാവശ്യമെങ്കിലും നമുക്ക് ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ, സ്ഥിരീകരിക്കാൻ പറ്റാത്തത് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കാരണവും ഡോക്ടേഴ്സിന്റെ ഡിലേ ഇൻ കമ്മിങ് ആൻഡ് സർട്ടിഫൈങ്. അപ്പൊ ദീസ് ആർ ദ ട്രൂത്ത്സ്. നമുക്കത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ദീസ് ആർ ദ ട്രൂത്ത്സ് വിച്ച് ഇസ് ഹാപ്പനിങ്. I think we should have more discussions among all the health service doctors, medical education doctors, how we can facilitate this BSc certification and move on. So what is brain stem death? The stage at which all functions of brainstem have permanently and irreversibly ceased and is so certified under subsection 6 of section 3. So this is what is brainstem death. So by all legal purposes, brainstem death is death. So by the law, who is a diseased person? Law states that you can remove organ only from a diseased person. So who is a diseased person? A person in whom permanent disappearance of all evidence of life occurs because of BSD or in the cardiopulmonary death. That is, either you should have a circulatory arrest or a brainstem death certified. Then you can call a diseased person. So is there any justification for ventilating a diseased person in an ICU? No, not at all. Then why we are doing it? I still cannot find an answer. So what is the duty of an RMB? In section 31A of 31A of Transplant Act, to ascertain from a person admitted to the ICU or from his near lady that
he had authorized at any time before his death the removal of any human organ or tissue or both. അതായത് ഒരു ബ്രെയിൻ സ്റ്റെം ഡെത്ത് സർട്ടിഫൈ പെടാൻ പോകുന്ന ആള് അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്യുന്ന ആള് ഇതിനു മുൻപ് ജീവിച്ചിരിക്കുമ്പോൾ അവയവദാന സമ്മതപത്രം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖയുണ്ടോ എന്ന് ബന്ധുക്കളുടെ ചോദിക്കണം. അല്ലെങ്കിൽ അയാള് ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ വി ആർ നോട്ട് സപ്പോസ് ടു ഗോ ഹെഡ്. ഇത് നമ്മൾ ആരാണ്, ഇത് ആരെങ്കിലും നമ്മൾ ചോദിക്കുന്നുണ്ടോ? Not even we are certified, then we are not even asking. But this is the duty, assigned to you by the THMAC. It is not me or government of Kerala. നിയമപരമായി നമ്മളിൽ അനുശാസിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യം പോലും നമ്മൾ നിറവേറ്റുന്നില്ല. The hospital shall proceed to obtain the documentation. അപ്പൊ അങ്ങനെയാണെങ്കിൽ, അതായത് ഓൾറെഡി ഓതറൈസ്ഡ് ആണെങ്കിൽ, വാട്ട് ഇസ് എ ഡോക്യുമെന്റ്, അതായത് സമ്മതപത്രം ഉണ്ടോ, അത് ടൈഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാട്ട് നൗ ദേ ഹാവ് ഡിഡ് ഇസ് ദർ ഇസ് എ പോർട്ടൽ കോൾ noto.abdm.gov.in. അതിൽ പോയാൽ നമുക്ക് ആധാർ ഇനേബിൾഡ് ആയിട്ട് യു ക്യാൻ പ്ലെഡ്ജ് യുവർ ഓർഗൻസ്. സോ വെനെവർ യു ആർ യുവർ റിലേറ്റീവ് ഇസ് ബ്രെയിൻ ഡെഡ്, യുവർ റിലേറ്റീവ് നമ്മുടെ ഫോൺ നമ്പർ വെച്ച് യു ക്യാൻ ആധാർ നമ്പർ വെച്ച് an OTP and you can see whether you have been already authorized it or not. അതൊരു ഭയങ്കര വാലിഡ് ഡോക്യുമെന്റേഷൻ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇത് എല്ലായിടത്തും പോയി പറഞ്ഞാലും കേരളത്തിൽ ഒരു 2500 ആൾക്കാരാണ് ആധാർ ഇനേബിൾഡ് ഡോണർ പ്ലെഡ്ജസ് നടത്തിയിട്ടുള്ളത്. സോ വാട്ട് ഐ വുഡ് അഗെയിൻ റിക്വസ്റ്റ് യു ഓൾ മെഡിക്കൽ ഓഫീസേഴ്സ് in hospitals, ഞാൻ വേണമെങ്കിൽ അതിന്റെ പോസ്റ്റേഴ്സ് അയച്ചിടാം. യു ക്യാൻ സ്റ്റിക്ക് ഓൺ ടു യുവർ ഹോസ്പിറ്റൽ വിത്ത് എ QR code. People can register as a organ donor through the QR code using their Aadhaar. And if somebody is not authorized during his lifetime, what he can do, you can ask them whether you are near relative, whether he can authorize. So if the near relative agrees, that is brother, mother, sister, grandfather, grandmother, these are defined as near relative as per Act. The near relative agrees, you can definitely go ahead and authorize the donation. So in a medical legal case, what is your responsibility? In a medical legal case, you have to report that there is a patient called patient is identified as a brainstem donor. We have got a consent from the relatives. So you have to request the SHO of the nearby station. So there is a medical legal case and he has to inquire about the crime scene, and then inquest has to be prepared and postmortem proceedings has to be done by the SHO. So it is your responsibility as the RMP of that hospital to inform the SHOs, there is station house officer or even SP or a ADGP. You can inform them and they can initiate the police inquest and the proceedings. And it is also said that the medical report at the time of retrieval by the retrieving doctors shall be taken on record in postmortem notes. That is, medical record retrieving the സമയത്ത് നമുക്ക് liver കാണാം, kidney കാണാം, small intestine കാണാം. So you have to take, if possible, take good pictures of these organs, take a detailed note of the condition of the organ by the retrieval surgeon. That should be given along with the case sheet to the postmortem doctor to assess the organ status. And also, if possible, a designated postmortem doctor should be present at the time of organ retrieval. So these are the things which we have to be very careful when you retrieve organs from a medical legal case. That is, you initially, before retrieval, you have to inform the police, and police has to register an FIR, and if inquest has to be made, and postmortem request has to be given. So all these processes has to be completed before retrieval. That is very important. That as an RMP, you have to be, you have to make sure that. So how to pledge an organ? Hope you have seen this organization website. This is our website. In the site, you can see that be organ donor, pledge organ. If you click on that picture, it takes you to the noto.abdm.gov.in. That is Ayushman Bharat Digital Mission site, where you can directly pledge your organs using the QR code and Aadhaar. So this is in a poll. If you are ready, you can say, I am willing to be an organ donor, yes or no. Skip that slide. Okay. So this is another important. Whenever a patient is certified brain death, you have to get a brainstem death certificate done by the BSD expert in this form. This is very important.
you can keep Form 10. If there is this Form 10 is available in our website, you can take a print, download and print out and keep it in your ICUs. So Form 10 must be used for taking brainstem death certification. In that, there is a sentence called, we, the following members of Board of Experts, after careful examination, hereby certify that dash and dash is dead on account of permanent and irreversible cessation. That is, the certificate itself is telling the patient is dead. So what is the purpose of keeping a dead patient on ventilator? There is no purpose, and legally it's also not permitted. But then why we are not certifying dead? And also in that certificate itself, there is a provision called, as the patient or next of kin agree to any donation of organ or tissue. If it is, you can go ahead. If it's no, you can stop the treatment and withdraw. That is why this question is there. So as the patient is next of kin agree to the donation of organs or tissue, if no, what will you do? You have to extubate because you have already certified dead. But here also people have a lot of confusion. That is, you can't extubate a patient even if it is certified brainstem death. It is wrong. The Form 10 itself says that patient is dead on account of dash and dash, and the BSD experts are certified. And if the organ donation if they are not willing for organ donation, what will you do? We have to stop the treatment. You know, never a person, whenever a dead person get treated, right? So in that context, when I visited most of the ICUs in Kerala, government and private, they said we need a government order for that. Then we convinced the Secretary Health and said that doctors are not willing to disconnect ventilator even in brainstem death cases. They want an order. So we had a lot of deliberations with law experts, advocates, medical experts from UK, Europe, India, and with multiple sessions, we came out with a government order in 2020 saying that all treatment, including cardiorespiratory support, must be discontinued once brainstem death is pronounced. So this is this also you can keep, take a printout and keep in all of your hospitals, that the patient, if the patient is brainstem death, you can certify, you can disconnect. There is no challenge to that. Nobody has ever challenged this order. This order has come in 2020. No one has challenged this order yet. And this is the declaration. This also, I think all hospitals should keep this form. This is Form 8. This is a consent form where you should collect the consent from the relatives. Here also, it is said that I have been informed that in the absence of I hereby authorize or do not authorize. Here there is an option for do not authorize. So the law gives the primary responsibility to the near relative, or if they have already authorized by donor pledges, even at the time of death, the law respects the autonomy of the relative and the autonomy of the individual who had taken the decision. So this is not basically law actually protects the physician by putting all these words, because you are not the person primarily responsible. It is because of their wish you are donating, because of their intention we are donating. And if the person has already expressed his willingness to before death, that is all the more good. So this is very important. Even the consent form also says that he or she has not authorized before his death, or he has authorized or not authorized. So if he is authorized, the relative also is free of what you call the responsibility, because already his wishes to donate. For example, now Sitaram Yechuri has donated his whole body to the AIIMS hospital. So this is it's a pre-mortem consent. If somebody is willing to, for example, if you or myself, if I'm willing to donate, I register by giving my Aadhaar card and say I am willing. So I tell my wife and my son, my daughter, that I am willing for organ donation during my death. So when I am brain dead, they can easily take a decision. They can say my father has already pledged donation. Even they can generate the certificate by just putting my phone number and Aadhaar number, and they'll get a death certificate. And that can be that donor pledge certificate. They can show that to the treating doctor that my father has already pledged the organ during his lifetime. So we are also willing. So this takes away responsibility to the treating doctor, to the family members. That also you should also understand.
So this is my last slide. This is a family who have donated 3 years back. This was a high school teacher, this is a husband, and these 3 are the recipient. That is, 2 are kidney recipients, 1 are liver recipient. Every year during the death anniversary, these people visit the family of the donor and share their happiness with them. And even they are involved in lot of family functions activities. So we are in between these 2 families. We are doctors are standing in between these 2 families and say that we don't do all these things because this is some bad thing happening in a society, and we all be put under what we call under bars if you certify. That is not there. Nobody has been put in bar till that. But എനിക്ക് ദിവസം ഒരു മാസത്തിൽ 2 കോളെങ്കിലും ഏതെങ്കിലും ഡോക്ടർ ഫാമിലിയിൽ നിന്ന് വരും. സാറേ, ഞങ്ങളുടെ ഒരാള് കിഡ്നി റെസിപ്പിയന്റ് അല്ല, കിഡ്നിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ലിവർ വെയിറ്റ് ചെയ്യാണ്, കമ്മിറ്റിയിൽ വരുന്നുണ്ട്, കമ്മിറ്റിയിൽ അൺറിലേറ്റഡ് ആണ്, ഞങ്ങൾക്കൊരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കിട്ടി അമ്പലപ്പുഴയിൽ നിന്ന്, ഒരു മത്സ്യത്തൊഴിലാളിയാണ്, അവര് പൈസ കൊടുത്താൽ തരാന്ന് പറഞ്ഞു, സാറിന്റെ കമ്മിറ്റിയിൽ ഒന്ന് പാസ്സാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു. സോ ദിസ് ഇസ് ദ ഡബിൾ സ്റ്റാൻഡേർഡ്സ് വി ഹാവ്. നമുക്ക് ഓർഗൻ വേണപ്പോൾ നമ്മൾ ഏത് എക്സ്റ്റെന്റ് വരെയും പോകും. അല്ലാത്ത സമയം വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി, വി ഡോണ്ട് ഡു ഇറ്റ്. സോ ദിസ് വി ഹാവ് ടു സ്വന്തമായിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്ത് തീരുമാനിക്കുകയാണ്. And once again, thank you KGMOA for giving me the opportunity. I am open for discussion. I am open for any argument on this. And this is what I want to say to you. Happy Uttradam and happy Onam ahead. So if you have a phone, you can QR code this QR code scan and pledge. That's all from my side. Right. Thank you, sir. Yeah. This session is open for questions. Sir, probably ഞങ്ങൾക്കൊരു 100 മെമ്പേഴ്സ് എൻട്രി ചെയ്യാറുണ്ട്. പക്ഷെ ഈ വീക്കെൻഡ് ആണ്, ഓണം ആയതുകൊണ്ടായിരിക്കാം പലരും പറഞ്ഞത് മാറ്റി വെക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നീണ്ടു പോകാനുള്ള സാധ്യതയാണ്. അപ്പൊ ഇതിന്റെ റെക്കോർഡ് സെഷൻ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പ്രോബ്ലി ദേ വാണ്ട് മോർ സെഷൻസ്. ഇനിയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു. I don't mind answering any queries on this. Yeah. എന്റെ തിങ് സാറ് പറഞ്ഞില്ലേ, ഇത് എന്താ പറയാ, സർട്ടിഫൈ ചെയ്യാൻ വരുന്ന സമയത്ത് ഡോക്ടേഴ്സ് ഡ്യൂട്ടിയിലായിരിക്കും, വേറെ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത്. ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പൊ ഒരു ലിസ്റ്റ് കാണുകയാണെങ്കിൽ ഒരു 7-8 ഡോക്ടേഴ്സ് എപ്പോഴും DMOയുടെ ലിസ്റ്റിലുള്ളൂ. അപ്പോ അവര് തന്നെയാണ് ഒരു 2 റൊട്ടേഷൻസ് ആയിട്ടാണ് പോകുന്നത്. അതെ, അറിയാം. പ്രോബ്ലി വി നീഡ് മോർ training sessions and empaneling the doctors from മെഡിക്കൽ കോളേജ് ഞങ്ങൾ കുറെ പേര് എംപാനൽ, പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് റിഫ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഐ കാൻ അണ്ടർസ്റ്റാൻഡ്, ഹൗ ദേ ക്യാൻ റിഫ്യൂസ് ഗവൺമെന്റ് ഓർഡർ ആൻഡ് പ്രിൻസിപ്പൽസ് പ്രൊസീഡിങ്സ് ഓൺ ഡ്യൂട്ടി ആൻഡ് ഓൾ. അത് ഞങ്ങൾ എന്തെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ട്. I think I have a meeting next week with Secretary Health to streamline this certification process. കൂടുതൽ പേര് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്യൂട്ടി വരുമ്പോ യു ക്യാൻ കോൾ ദ നെക്സ്റ്റ് പേഴ്സൺ. വൺ പേഴ്സൺ ഇസ് ഡ്യൂട്ടി, യു ക്യാൻ കോൾ ദ നെക്സ്റ്റ് പേഴ്സൺ എന്നുള്ളത്. അപ്പോ അതൊരു സൊല്യൂഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പൊ ഡോക്ടർ ശ്രീകാന്ത് ആണെങ്കിൽ ഷീ വിൽ ബി ഓൺ ഡ്യൂട്ടി ഓൺ കീഴ്, ശ്രീകാന്തിന് വരാൻ പറ്റത്തില്ല. If they questions ഒന്നും ഇല്ല അർത്ഥം. Question ഇല്ലെങ്കിൽ we can wind up and we can have some other time also we'll have similar session. പറഞ്ഞുകൂടാ, പ്രോബ്ലി കൂടുതലും സ്പെഷ്യലിസ്റ്റുകളാണ് ഈ സർട്ടിഫിക്കേഷൻ ഇതിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ അധികം കയറിയിട്ടില്ല എന്ന് തോന്നുന്നു. കൂടുതലും സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ കൂടി തന്നെ ഇങ്ങനെ ഒന്നും ഉണ്ടാവുമ്പോൾ കൺസേൺഡ് ആളെ കോൺടാക്ട് ചെയ്തിട്ട് അത് ഇനിഷ്യേറ്റ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സിനും സാധിക്കും. അതായത് അപ്പോ എനിക്ക് സജഷൻ വെക്കാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഹോസ്പിറ്റലിലും ഇതിനൊരു നോഡൽ, അതായത് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഒരാൾ വേണം എന്നുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് ഞാനിപ്പോ എന്റെ ഏരിയയിൽ ഒരു
ബ്രെയിൻ ഡെത്ത് എന്ന് ആരും പറയുകയാണെങ്കിൽ ഞാൻ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുള്ളതാണ്. ആ അതെ അതെ പ്രോബബ്ലി നമ്മുടെ സൈറ്റിൽ കിടക്കുന്നത് മുഴുവൻ ചിലപ്പോൾ ഒരു ഹയർ ടോപ്പ് ലെവലിലുള്ള ആൾക്കാരായിരിക്കും, അതെ പ്രോബബ്ലി നോട്ട് എവരി. അപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ താല്പര്യമുള്ള ആൾക്കാർ വേണം, വെറുതെ ഒരാളെ വെച്ചിട്ട് കാര്യമില്ല. ഈ കറക്റ്റ് അതാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിൽ അതായത് അതിൽ എന്താ പറയാ, അതിന് കൂടുതൽ താല്പര്യമുള്ള ആരെങ്കിലും, അത് വേണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും നോഡൽ ഓഫീസറായിട്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പല ഹോസ്പിറ്റലിലും. ഇല്ല, അത് സജഷനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം എന്തായാലും. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ എന്തോ വന്നിട്ടുണ്ട്. ആ ഏജ് ലിമിറ്റ് ചോദിച്ചു, ഞാൻ അത് ആൻസർ ചെയ്യാം. നോ ഏജ് ലിമിറ്റ് ഫോർ ഡൊണേഷൻ ആണ് ആക്ച്വലി. അപ്പർ ഏജ് ലിമിറ്റ് 70-80 ഒക്കെ ആണെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം. ദർ ഇസ് നോ കൺസേൺ. ചിലപ്പോൾ 80 വയസ്സാളുടെയും കിഡ്നി നന്നായിരിക്കും അല്ലെങ്കിൽ ലിവർ നന്നായിരിക്കും, യു ക്യാൻ ഗിവ് ലൈഫ് ടു. ഈ ലിവറിന്റെ കാര്യം വെച്ചാൽ ലിവർ നമുക്ക് ഒരു കുറച്ച് പോർഷൻ കിട്ടിയാൽ തന്നെ, വർക്കബിൾ പോർഷൻ കിട്ടിയാൽ തന്നെ യു ക്യാൻ മേക്ക് ദം സർവൈവ്. അവർക്ക് ഡയാലിസിസ് ഇല്ലാത്തതുകൊണ്ട് ദേ വിൽ ഡൈ എനി ടൈം. ലിവർ ഫെയിലിയർ ഉള്ള ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. അപ്പോൾ അത് നമ്മൾ ഏജ് ഒരു ഡ്രോബാക്ക് അല്ല ഫോർ ഡൊണേഷൻ, എസ്പെഷ്യലി ഫോർ ബ്രെയിൻ ഡെഡ് ഡൊണേഷൻ. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ 80-85 ആൾക്കാരൊക്കെ ഡോണർ ഉണ്ട്. സോ ദാറ്റ് ഇസ് നോട്ട് എ ലിമിറ്റ്. പിന്നെ അനദർ ക്വസ്റ്റ്യൻസ് എനിക്ക് ചോദിക്കാനുള്ള, ഈ ഇൻഫെക്ഷസ് ഡിസീസ് ആയിട്ട് ഡെത്ത് ആവുന്ന ആളുണ്ടല്ലോ, എടുക്കാൻ പറ്റില്ല സാർ. അത് പ്രൂവൺ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ വി ഡോണ്ട് അക്സെപ്റ്റ്. സെപ്സിസ് ഒക്കെ എടുക്കത്തില്ല. വിൽ ഡു എ സ്ക്രീനിങ്. നമ്മൾ ഡൊണേഷൻ ഫസ്റ്റ് ബ്രെയിൻ സ്റ്റെം ഡെത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് പാനൽ സ്ക്രീനിങ് ഒക്കെ ചെയ്യും. അതിലേതെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ വി ഡോണ്ട് ടേക്ക്. There are no more. We can. നോർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. Thank you, KJ for that. സാർ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഡോക്ടർ അഭിലാഷ്. ഞാനുണ്ട് സാർ. ഡോക്ടർ ഷാരോൺ ഉണ്ട്. ഓക്കെ, ഷാരോൺ. ഗുഡ് ഈവനിങ്. KGMOA സർവീസ് സെൽ ചെയർപേഴ്സൺ സന്തോഷ് സാറ്, എന്നതാണുള്ള പ്രിയപ്പെട്ട നോബൽ ഗ്രേഷ്യസ് സാറ്, പിന്നെ സർവീസ് സെല്ലിന്റെ കൺവീനർ ആയിട്ടുള്ള അഭിലാഷ് കൃഷ്ണൻ, ഇന്നത്തെ നമുക്കുള്ള നമ്മൾ പങ്കെടുത്ത സ്റ്റേറ്റ് പ്രസിഡന്റ് സുരേഷ് സാറ്, മറ്റു പ്രിയപ്പെട്ട മെമ്പർമാരെ, ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഓർമ്മകളാണ് വന്നത്. കാരണം എൻ്റെ വീട്ടില് എൻ്റെ ഫാദർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ വ്യക്തിയാണ്. എൻ്റെ ഫാദർ കാർഡിയോളജിസ്റ്റ് ആണ്. എന്നാലും 2019 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അപ്പൊ അതിന്റെ മുമ്പുള്ള 3 വർഷങ്ങൾ എനിക്കറിയാം. അതിന് വേണ്ടിയിട്ട് എത്ര അതിന്റെ ഹാർഡിൽസ് കടന്നിട്ടാണ് ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നത് എന്നുള്ളത്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടന്നതെന്ന് അറിയാം. അപ്പൊ അത്രയും കാലമുള്ള 3 വർഷത്തെ എന്തൊക്കെയാണ് എന്നൊരു ഡോക്ടറെക്കാട്ട് ഉപരി ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള രീതിയിൽ ഞാൻ അതിന്റെ പുറകെ നടന്നതിന്റെ കാര്യങ്ങളാണ് എനിക്ക് ഈ ക്ലാസ് കേട്ടപ്പോൾ ഓർമ്മ വന്നത്. ഇപ്പൊ എന്റെ ഫാദർ 2019 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. ഇപ്പൊ 5 വർഷമായി. അപ്പോൾ അതിന്റെ ഫോളോ അപ്പ് ഇതായിട്ട് ഞാൻ കുറെ കാലം നടന്നതാണ്. അപ്പൊ ഒരു ബൈസ്റ്റാൻഡർ എന്നുള്ള നിലയിൽ എനിക്കിത് ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പോയ ആ സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയ ഒരു ഓർമ്മ പുതുക്കൽ പോലും ആയി ഇത് എന്നാണ് എനിക്കതുള്ളത്. അത് എന്നുണ്ടെങ്കിൽ നമുക്കത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിൽ നിന്ന് ഞാൻ പാഠം ഉൾക്കൊണ്ട്, ഞാനൊരു മെഡിക്കൽ ഓഫീസറാണ്, ഒരു 2 പഞ്ചായത്തിന്റെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഓർഗൻ ഡൊണേഷനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ ജനങ്ങൾക്ക് എത്തിച്ചു. കാരണം എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എത്തിച്ചിട്ട് കുറെ പേര് ഇപ്പൊ പഴയ പോലെ അല്ല, ഇപ്പൊ ഏകദേശം കുറെ പേര് ഡയാലിസിസിലേക്ക് പോകുന്നുണ്ട്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഡയാലിസിസ് സെന്ററിനെക്കാട്ടും കൂടുതൽ നമുക്ക് വേണ്ടത് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ആണെന്നുള്ളതാണ് എന്റെ പലപ്പോഴും ഉള്ള. ഞാനൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന്. നമ്മള് ഡയാലിസിസ് സെന്റേഴ്സ് അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് മനസ്സിലാവും. കാരണം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഞാൻ എന്റെ ഫാദറിന് വേണ്ടി ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയ സമയത്ത് ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടു. എന്നുണ്ടെങ്കിൽ അത്രയും പേര് വെയിറ്റ് ചെയ്യുന്നു, 5000-ൽ കൂടുതൽ പേര് വെയിറ്റ് ചെയ്യുന്നു, പക്ഷെ ഓർഗൻ കിട്ടാനില്ല. ഞാൻ എത്ര രാജ്യങ്ങള് അന്വേഷിച്ചു എന്നുണ്ടെങ്കിൽ, ഞാൻ അടുത്ത സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ അന്വേഷിച്ചു, എന്നുണ്ടെങ്കിൽ അത് സിംഗപ്പൂർ അന്വേഷിച്ചു. അറ്റ് ലാസ്റ്റ് എറണാകുളത്ത് വെച്ചിട്ടാണ് എന്താണ് പറയുക ട്രാൻസ്പ്ലാന്റ് നടന്നത്. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്,
എന്തുകൊണ്ടാണ് ഇത്ര അവയർനെസ് ഇല്ലാത്തത് എന്നുള്ളത് ഇപ്പൊ ഞാനത് ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതും കൊണ്ട് എനിക്കറിയാം. അപ്പോ ഞാനത് എന്റെ പഞ്ചായത്തിലുള്ള എല്ലാവരെയും എന്താണ് പറയാ, അത് ഓർഗൻ ഡൊണേഷന്റെ ഫോമുകൾ ഉണ്ട്, അതുപോലത്തെ പ്രത്യേകിച്ച് നേത്രദാന പക്ഷാചരണത്തിലും അതേപോലത്തെ ഇതിൽ ഞാൻ എന്താണ് പറയാ അതിന്റെ ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് ആൾക്കാർക്ക് അവയർനെസ് ഓരോ ക്ലാസ്സിലും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം എന്നുണ്ടെങ്കിൽ അത്രയും പേര് ഡയാലിസിസ് പേഷ്യന്റ് ഉണ്ട്, അങ്ങനെയുള്ള അവരെ വെച്ചിട്ട് കൂട്ടായ്മ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അന്ന് കഴിഞ്ഞാലും ഈ ചില ആളുകൾ വില്ലിങ് ആണെങ്കിൽ പോലും അവരെ ബന്ധുക്കള് ആ വ്യക്തി വില്ലിങ് ആണെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ബന്ധുക്കളാണ് പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇത് മുടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തായാലും സാറിന്റെ ക്ലാസ് ഇന്ന് ഇത്ര ഓൺ ആയതുകൊണ്ട് കുറച്ച് പേരാണ് അറ്റൻഡ് ചെയ്തെങ്കിൽ കൂടി ഇത് നമ്മുടെ ചാനലിലൂടെ കൂടി മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് എത്തിക്കും. പലപ്പോഴും ഇതിനെതിരെ നിൽക്കുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സ് ആണെന്നുള്ളത് അറിയാം. അത് പലപ്പോഴും എന്താണ് പറയാ, സാർക്കെതിരെ കേസ് വന്ന സമയത്തും എന്റെ ഫാദറിന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ സമയത്താണ് എനിക്ക് തോന്നുന്നു ആ ഒരു കേസ് ഗണപതി അദ്ദേഹം ഒരു ഡോക്ടറാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് വെച്ചിട്ട് പ്രക്ഷോഭങ്ങളും മറ്റുള്ള ഇതെല്ലാം ഉണ്ടായത് എനിക്ക് അറിയാം. അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യുന്നത് അതിനെല്ലാം ഞാൻ അതേപോലെ ഒരു സിനിമ ഇറക്കി ആളുകളിലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളും ഇറക്കിയിട്ടുണ്ട്. അപ്പോ അതെല്ലാം മാറ്റേണ്ടത് ഒരു ഇതാണ്. എല്ലാവരും മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ചില രാജ്യങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഓർഗൻ കൊടുക്കാൻ വില്ലിങ് ആണെന്നുള്ള ഫോം അപ്പൊ തന്നെ എഴുതി വാങ്ങിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമുക്ക് വരാൻ കൂടുതൽ അവയർനെസ് ആണ് വേണ്ടത്. പലപ്പോഴും മതപരമായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടാണ് ഇത് തരാത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. എന്തായാലും അത് ഡോക്ടർമാരെല്ലാവരും ഒത്തൊരുമയോട് കൂടി ഈ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് കൂടാമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ എന്റെ കർത്തവ്യത്തിലേക്ക് പോവാണ്. ഇന്ന് നമുക്ക് വളരെ നന്നായിട്ടുള്ള ക്ലാസ്സും എന്തായാലും ഇനി ഇത്രയും തിരക്ക് പിടിച്ച ഷെഡ്യൂൾഡുള്ള നോബിൾ സാറ് ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നത് ഈ KGMOയുടെ സംഘടനയുടെ പേരിൽ ഞാൻ സാർക്ക് നന്ദി അറിയിക്കുകയാണ്. ഇനിയും സാറിന്റെ ക്ലാസ്സുകൾ ഇനിയും ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കട്ടെ. ഈ തിരക്ക് പിടിച്ച ഇടയിലും സാറ് ഇന്ന് എത്തിയതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഇങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന KGMOയെ സർവീസ് ഐയുടെ ചെയർപേഴ്സൺ സന്തോഷ് സാറിനും കൺവീനറായിട്ടുള്ള അഭിലാഷ് ഡോക്ടർക്കും അതുപോലെ തന്നെ ഇന്ന് നമ്മളെ ക്ലാസ്സിൽ എന്നിട്ടുണ്ടെങ്കിൽ വളരെ തിരക്കിട്ട് ഓണം നാളിൽ പോലും പങ്കെടുത്ത സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് സാറിനും മറ്റുള്ള KGMO മെമ്പർമാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് KGMOയെ. നമ്മുടെ ഈ രാത്രിവേളയിൽ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം, സന്തോഷപ്രദമായ ഓണം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പറയാം. വീണ്ടും ഇത്തരം സെഷൻസുകൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സാറിന്റെ ഭാഗത്തു നിന്ന് വേണ്ടിയിട്ടുള്ള സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ജയ് KGMO.